welcome back to my channel Fain Maths Classes. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th ചാപ്റ്റർ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസിലെ എക്സസൈസ് 8.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A milkman sold 2 of his buffaloes for rupees 20,000 each. On one he made a gain of 5% and on the other a loss of 10%. Find his overall gain or loss and find CP of each. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു മിൽക്ക്മാൻ അല്ലേ? ഓക്കെ, അപ്പം മിൽക്ക്മാൻ എന്താ ചെയ്തത്? സോൾഡ് 2 of his buffaloes. അദ്ദേഹത്തിന്റെ 2 ബഫലോസിനെ വിറ്റു. ഓക്കെ, എത്ര രൂപ വെച്ചിട്ടാണ് വിറ്റത്? ₹20,000 ഈച്ച്. അപ്പൊ ഈച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓരോന്നിനല്ലേ ഒരു ബഫലോയ്ക്ക് 20,000 rupees വെച്ചിട്ടാണ് അദ്ദേഹം ബഫലോസിനെ വിറ്റത്. മനസ്സിലായി എന്നേരം? അതായത് നമ്മളെടുത്ത 2 ബഫലോസിനും കൂടി 20,000 എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ₹20,000 ഈച്ച് എന്നും കൂടി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു ബഫലോയ്ക്ക് 20,000 rupees വെച്ചിട്ടാണ് വിറ്റിരിക്കുന്നതിന് അല്ലെ? അപ്പൊ 2 ബഫലോസ് ഉണ്ട്. ഓക്കെ, അതിൽ ഒരു ബഫലോയുടെ വില എത്രയാണ്? 20,000 rupees. അപ്പൊ 2 ബഫലോസ് ആവുമ്പോഴത്തേക്ക് എങ്ങനെ വരും എമൗണ്ട്? 20,000 plus 20,000. That means 40,000 rupees. അതാണ് അദ്ദേഹത്തിന് 2 ബഫലോസ് അദ്ദേഹം വിറ്റ എമൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തത്, on one he made a gain of 5%. ഒരെണ്ണം വിറ്റത് അദ്ദേഹം നല്ല ലാഭത്തിനാട്ടോ. എത്രയാണ്? 5% ഗെയിനിനാണ് വിറ്റത്. ഗെയിൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ലാഭം. ഓക്കെ, അതേസമയം ആൻഡ് ഓൺ ദി അതർ എ ലോസ് ഓഫ് 10%. പക്ഷെ നമ്മുടെ ഒരു ബഫലോ പോയത് എത്ര പെർസെൻറ്റേജ് ആണ്? നഷ്ടത്തിലാണ് അല്ലേ പോയത്. ഇവിടെ ലോസ് കൊടുത്തിരിക്കുന്നത്. ലോസ് എന്ന് വെച്ചാൽ നഷ്ടം. എത്ര പെർസെൻറ്റേജ് നഷ്ടത്തിലാണ് വിറ്റത്? 10% നഷ്ടത്തില് അല്ലേ? അപ്പൊ ഒരു ബഫലോ വിറ്റത് 5% പ്രോഫിറ്റിലും അടുത്ത ബഫലോ വിറ്റത് 10% നഷ്ടത്തിലായിരുന്നു. ഇനി നമ്മളടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നേ? ഫൈൻഡ് ഹിസ് ഓവറോൾ ഗെയിൻ ഓർ ലോസ്. അതായത് അവസാനം ഇത് വിറ്റതുണ്ടല്ലോ ഈ ബഫലോസ്, അത് ലാഭമാണോ അതോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ബ്രാക്കറ്റിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് CP ഓഫ് ഈച്ച് എന്നും കൂടി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? കോസ്റ്റ് പ്രൈസും കൂടി കണ്ടുപിടിക്കാൻ. കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്? ബഫലോസ് വാങ്ങിച്ച വില. അതിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചാലല്ലേ, അതായത് നമ്മളൊരു സാധനം വാങ്ങിച്ച വില കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് അതിന്റെ എന്താ പറയാ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ? വാങ്ങിച്ച വിലയും വിറ്റ വിലയും കൂടി ഉണ്ടെങ്കിലല്ലേ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ വിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. സോ നമ്മൾ CP കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അപ്പൊ തന്നിരിക്കുന്നത് ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്തൊക്കെയാ നടത്തിയത്? 2 ബഫലോസിനെയാണ് വിറ്റിരിക്കുന്നത് അല്ലേ? അപ്പൊ അതിന്റെ എമൗണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ഇനി നമുക്ക് നേരെ ഇത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നതിന് നമുക്ക് ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. വെച്ചിരുന്ന് കേൾക്കണം. എന്നാൽ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? 2 ബഫലോസ് വിറ്റതിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് അറിയാം. ഒരു ബഫലോ വിറ്റത് ലാഭത്തിലാണെന്ന് പറഞ്ഞാലോ നമുക്ക് ആ ഒരു ബഫലോയുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ബഫലോ 1 എന്ന് എഴുതിയാണ്. ഓക്കെ ആണേ? ഇനി നമുക്ക് ആ ഒരു ബഫലോയുടെ SP വിറ്റ വില എത്രയായിരുന്നു നമുക്ക് തന്നിരുന്നത്? ടെക്സ്റ്റിനകത്ത് 20,000 rupees.
ഓക്കെ, ഞാൻ അത് ഇവിടെ എടുത്ത് എഴുതി. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ടായിരുന്നു? പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഗെയിൻ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് എന്നാണ് അർത്ഥം. സോ ഞാൻ പ്രോഫിറ്റ് എന്ന് ഇവിടെ എഴുതിയാണ് കേട്ടോ. അപ്പൊ ഗെയിൻ എഴുതിയില്ല എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ വരരുത്. ഗെയിനും പ്രോഫിറ്റും ഒന്ന് തന്നെയാണ്. അപ്പൊ പ്രോഫിറ്റ് എത്ര കിട്ടിയെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്? 5% ലാഭം കിട്ടിയെന്ന് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് അറിയണ്ടുള്ളേ? ഇത് വാങ്ങിച്ച വില നമുക്ക് അറിയണം. വിറ്റതും ഓക്കെ, ലാഭവും എല്ലാം കിട്ടി, ഓക്കെ തന്നെ. പക്ഷെ വാങ്ങിച്ച വില നമുക്ക് അറിയണ്ടേ? സോ നമ്മൾ എന്താ കണ്ടുപിടിക്കാനുള്ളത്? CP. നമ്മുടെ ക്വസ്റ്റ്യനകത്തും പറഞ്ഞിട്ടുണ്ട് രണ്ടിന്റെയും കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണമെന്ന്. രണ്ട് ബഫലോസിന്റെയും ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഈച്ച് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെയും കോസ്റ്റ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഞാൻ ഇവിടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പോവുക. എങ്ങനെ കണ്ടുപിടിക്കും ഈ കോസ്റ്റ് പ്രൈസ്? എങ്ങനെയാണെന്ന് അറിയാമോ? അതിനൊരു ഫോർമുല ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർമുലാസ് ഞാൻ ഈ ഒരു എന്താ പറയുന്ന എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ ഫോർമുലാസ് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഫോർമുലാസ് എല്ലാം കൂടി തന്നെ എന്ത് ചെയ്യണം? ഒരു പേപ്പറിനകത്ത് ഒരുമിച്ചെടുത്ത് എഴുതി വെക്കണം കേട്ടോ. അപ്പൊ എക്സാം ടൈമിൽ പഠിക്കുമ്പോൾ ഈസി ആകും. ക്ലിയർ? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ CP കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞുതരാം. എന്താണെന്ന് അറിയാം ഫോർമുല? ഈ SP-യും പ്രോഫിറ്റിന്റെ ഇതും തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് CP is equal to SP into 100/100. ഇനി ഇവിടെ നോക്കിക്കേ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ആണ് അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫോർമുലയിലെ 100ന്റെ കൂടെ നമുക്ക് എന്തിടാം? പ്ലസ് ഇടാം. പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ്. അപ്പൊ ഇതാണ് നമ്മുടെ CP കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താ CP കണ്ടുപിടിക്കാനുള്ള ഫോർമുല? SP into 100/100 plus profit percentage. ക്ലിയർ? ഇനി ഞാൻ ഇത് കണ്ടുപിടിക്കാൻ പോവുകയാണേ. SP എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 20,000 rupees. ഓക്കെ, ഇനി ഇവിടുത്തെ 100 by ഇനി ഇവിടുത്തെ 100 then plus ഈ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 5% അല്ലെ? 5 ആണ് നമുക്ക് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് 20,000 into 100/100 plus 5. എത്രയാണ് നമുക്ക് കിട്ടുന്ന? 100 plus 5 105. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലേ. ഇനി ഇത് നമുക്ക് ക്യാൻസൽ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ കിട്ടും. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ഫോർമുല? CP is equal to SP into 100/100 plus profit percentage. ശ്രദ്ധിച്ചോണേ, എന്തൊക്കെ തരുമ്പോൾ നമ്മൾ അന്നേരം ഇത് ചെയ്യേണ്ടത്? SP-യും പ്രോഫിറ്റിന്റെ പെർസെന്റേജും തരുമ്പോ. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഇപ്പം 5% എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ആണ് തന്നിരിക്കുന്നത്, അല്ലാതെ നമുക്ക് 5 rupees എന്നല്ല തന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചോണേ, ഇപ്പോഴേ ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടോളേന്ന്. ഞാൻ പ്രോഫിറ്റ് വരുമ്പോഴല്ല പറഞ്ഞിരിക്കുന്നത്, പ്രോഫിറ്റ് പെർസെന്റേജിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് SP-യും പ്രോഫിറ്റിന്റെ പെർസെന്റേജും. അപ്പൊ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് തന്നിരിക്കുന്നത് ഇതേ കണക്ക് 5 rupees എന്നല്ല, പെർസെന്റേജിലാണ് തന്നിരിക്കുന്നത്. 5% എന്നാണ് തന്നിരിക്കുന്നത്. സോ നമുക്കിവിടെ പ്രോഫിറ്റ് പെർസെന്റേജിന്റെ അവിടെ എന്ത് എഴുതാം? 5% അല്ലെ? 5 എടുത്ത് എഴുതി വെക്കാൻ പറ്റും. ക്ലിയർ? തെറ്റിക്കരുത് കേട്ടോ. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചേർത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എപ്പോഴാണ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യേണ്ടുള്ളതിനൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കൺഫ്യൂഷൻ വരാൻ പാടില്ല. കാരണം എന്താണെന്ന് അറിയാം, ഇപ്പൊ ഇവിടെ കിടക്കുന്ന പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. അപ്പൊ ചില കുട്ടികൾ എന്താ ചെയ്തു വെക്കും? ഈ അതായത് ഈ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 5 rupees എന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇങ്ങനെയാ തന്നിരിക്കുന്നത്, അല്ലാതെ നമുക്ക് പെർസെന്റേജിലല്ല തന്നിരിക്കുന്നത്. അപ്പൊ എന്നാലും എന്ത് ചെയ്യും? ഈ ഒരു ഫോർമുല എടുത്ത് യൂസ് ചെയ്ത് എഴുതി വെച്ച് കളയും. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് പെർസെന്റേജ് എന്നാണ് നമ്മുടെ ഫോർമുലയിൽ പറഞ്ഞിരിക്കുന്നത്. സോ പെർസെന്റേജ് തരുമ്പോൾ വേണം നമ്മൾ അതെടുത്ത് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാനൊക്കെ ചെയ്യേണ്ടുള്ളത്. ക്ലിയർ?
കണ്ടോ, ഇവിടെ പെർസെൻറ്റേജിലല്ലേ നമുക്ക് തന്നിരിക്കുന്ന ലാഭത്തിന്. എത്ര പെർസെൻറ്റേജ് ആണ്? 5% ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോർമുല ഇവിടെ യൂസ് ചെയ്യാനായിട്ട് കാരണം. പിടികിട്ടിയേ? ഓക്കെ. അപ്പൊ കൺഫ്യൂഷൻ വരരുത്, തെറ്റിക്കരുത്. അപ്പൊ എന്താണ് നമ്മുടെ ഫോർമുല? CP is equal to SP into 100/100 plus profit percentage. തെറ്റിക്കരുത്. ഓക്കെ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ SP-ക്ക് പകരം എന്തിട്ട് കൊടുത്തു? 20,000 rupees into നമ്മുടെ ഫോർമുലയിൽ ഉണ്ടായിരുന്ന 100 ഡിവൈഡഡ് ബൈ നമ്മുടെ ഫോർമുലയിൽ ഉണ്ടായിരുന്ന 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയായിരുന്നു? 5 അല്ലേ? അപ്പൊ ആ 5 ഇവിടെ എടുത്ത് എഴുതി. അങ്ങനെ ഇങ്ങനെ ആക്കി നമ്മൾ വെച്ചു. ഇനി ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെ. ഇനി നമുക്കിത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, നമുക്ക് ലാസ്റ്റ് വന്ന് കിട്ടിയത് ഇങ്ങനെയായിരുന്നു അല്ലേ? 20,000 into 100/105. ഞാനത് ഒന്നും കൂടി ഒന്ന് ഇവിടെ എടുത്ത് എഴുതാവേ. ഇസ് ഈക്വൽ ടു 20,000 into 100/105. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് എഴുതാം അല്ലേ? ഇവിടെ നോക്കിക്കേ, ഈ 100ഉം 105ഉം ഇത് രണ്ട് 5ന്റെ ടേബിൾസിൽ പോകുമല്ലേ? അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്യാം. 105നെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എഴുതാം. ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളെ കണക്ക് കാണിച്ചു തരാം. ചിലർക്ക് ക്യാൻസലേഷൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കാണിച്ചു തരാം. 105 5ന്റെ ടേബിൾസിൽ ഉണ്ടോ എന്ന് പറഞ്ഞു. എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം? ഇതേപോലെ ഡിവൈഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ 5 2s are 10 0, then 5 ഇങ്ങോട്ട് താഴോട്ട് ഇറക്കി, then 5ന്റെ ടേബിൾസിൽ 5 ഉണ്ട്, 5 1s are 5 0. എന്താ കിട്ടിയത് നമുക്ക്? 21. അപ്പൊ ക്യാൻസൽ ചെയ്തെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? 21 എഴുതി വെക്കണം. ഓക്കെ. ഇനി അടുത്തത് എന്താ? ഓക്കെ, ഇനിയിപ്പോ അടുത്ത എന്താണ്? നമ്മുടെ 100. അതിപ്പോ അറിയാലോ, കട്ട് ചെയ്ത് കാണിക്കേണ്ടുള്ള കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഈ 100ന്റെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ 100 ആണല്ലോ കട്ട് ചെയ്യാനുള്ളത്. ഇതേപോലെ 20 into 5 നമുക്ക് 100 എന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇങ്ങനെ ടേബിൾസ് അറിഞ്ഞുകൂടാത്തവര് ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് 20ന് ആൻസർ കിട്ടിക്കോളും. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാനിവിടെ കട്ട് ചെയ്ത് 20 എഴുതിയ. ഇപ്പൊ നമുക്ക് 20/21 ആണ് കിട്ടിയത്. ഇനിയിപ്പോ കട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം ഒന്നിന്റെ ടേബിൾസിൽ ഇതൊന്നും ശരിയായിട്ട് വരത്തില്ല. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം? അടുത്ത് നമുക്കറിയാം ന്യൂമറേറ്ററിൽ അപ്പൊ എന്തൊക്കെ ബാലൻസ് ഉണ്ട്? 20,000 into 20/21. ഇത്രയുമാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, ഇനിയിപ്പൊ അടുത്ത പരിപാടി എന്താ? ഇനിയിപ്പോ നമുക്ക് ഈ ന്യൂമറേറ്ററിലുള്ളത് മാത്രം. ഡിനോമിനേറ്ററിൽ ആരേ ഉള്ളൂ? 21 ഉണ്ട്, ഇതിന്റെ അടിയിൽ ഒരു 1 ഉണ്ട്. ഓക്കെ, ഒന്നും ഇല്ലെങ്കിൽ അടിയിൽ 1 ഉണ്ടെന്നാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്റർ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ? നമുക്ക് കുറെ സീറോസ് കിടക്കുന്നു, ഇതെല്ലാം കൂടി എഴുതി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഭയങ്കര പാടല്ലേ? നമുക്ക് ഈസി വേ ചെയ്യാം. എങ്ങനെയാ? നമ്മുടെ നമ്പേഴ്സ് മാത്രം തമ്മിൽ നമ്മൾ ഇൻറ്റു ചെയ്യും, അപ്പോൾ 4 എന്ന് കിട്ടും. ഇനി ബാക്കി എത്ര സീറോസ് ഉണ്ട്? 1 2 3 4 5. 1 2 3 4 5 കിട്ടി അല്ലേ? കറക്റ്റ് അല്ലേ? നോക്കട്ടെ. 2 2s are 4. ഇനി എന്തൊക്കെയുണ്ട്? 1 2 3 4 5. 1 2 3 4 5. കറക്റ്റ് അല്ലേ? Yes, 20 into 2 40. Then 1 2 3 4. Yes, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയത് അല്ലേ ആൻസർ? ഓക്കെ. അയ്യോ, ഡിവൈഡഡ് ബൈ 21 കൂടി ഉണ്ടേ. ഓക്കെ, ഇനിയിപ്പോ എന്താ ചെയ്യുക? നമുക്ക് ഡിവിഷൻ ചെയ്ത് നോക്കാം. വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഡിവിഷൻ ചെയ്യാം. അപ്പൊ 4 1 2 3 4 5 5 zeros ഉണ്ട് അല്ലേ? 1 2 3 4 5. ഓക്കെ, ഞാൻ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോ അടുത്ത് എന്താ നമുക്ക് ചെയ്യാവുന്നേ? 21 ടേബിൾസിൽ നമുക്ക് ആദ്യത്തെ 2 നമ്പർ എടുക്കാം. ഡിവൈഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോണേ. ഓക്കെ, അപ്പൊ 21 1s are 21. കാരണം 21 into 2 ചെയ്യുമ്പോൾ 40ക്കാട്ടും ബിഗസ്റ്റ് നമ്പർ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഞാൻ അതുകൊണ്ട് ഇവിടെ 21 എടുത്തു. ഇനിയിപ്പോ മൈനസ് ചെയ്യുമ്പോൾ എത്രയായി കിട്ടുക? 19 നമുക്ക് കിട്ടും. ഇനി അടുത്ത് എന്താ ചെയ്യുക? അടുത്ത 0 നമ്മൾ ഇങ്ങോട്ടൊന്ന് ഇറക്കി വെച്ചു. കണ്ടോ? അപ്പൊ ഇത് എത്രയായി? 190. ഇനി 2ന്റെ ടേബിൾസിൽ 2 അല്ല 21 ന്റെ ടേബിൾസിൽ 190 ഉണ്ടോ നോക്കാം. 21 into 9 ഇല്ലായിരുന്നു. പക്ഷേ 21 into 9 ചെയ്തപ്പോൾ നമുക്ക് 189 കിട്ടി അല്ലേ? അപ്പൊ അത് നമുക്ക് ഇവിടെ എടുത്തെഴുതാം. 189.
അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടും? 1 എന്ന് കിട്ടും അല്ലേ? അടുത്ത 0 നമുക്ക് ഇങ്ങോട്ട് ഇറക്കാം. അയ്യടാ, അപ്പൊ നമുക്ക് 10 എന്നേ വന്നോളൂ. ഈ 21ലേക്കാട്ടെ സ്മോളസ്റ്റ് നമ്പർ അല്ലേ 10. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ വരുമ്പോ മുകളില് 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും അടുത്ത നമ്പർ ഇറക്കണം. അടുത്ത നമ്പർ ഏതായിരുന്നു? 0. ഇപ്പൊ ഇത് എന്തായിട്ട് മാറി? 100. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? 21ല് 100 ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് 21 into 6 ചെയ്ത് നോക്കാം. 6 1s are 6, 6 2s are ഓക്കെ 6 2s are 12, 126 ആണ് അല്ലേ കിട്ടിയത്. അപ്പൊ 100നേക്കാട്ടും വലിയ നമ്പറാ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, 4 ഇട്ട് നോക്കാം. 4 1s are 4, 4 2s are 8, 84. ഓക്കെ, 5 ഇട്ട് നോക്കിയാലും ഇതിനെക്കാട്ടും വലിയ നമ്പറാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? സോ നമുക്ക് 4 ഇട്ട് തന്നെ ചെയ്യാം. അപ്പൊ ഇവിടെ 84 എന്ന് കിട്ടി. ഓക്കെ, ഇനി മൈനസ് ചെയ്യുമ്പോൾ എത്രയാ കിട്ടാൻ? നമുക്ക് 16 എന്ന് കിട്ടും അല്ലെ? 100ന്ന് 84 മൈനസ് ചെയ്യുമ്പോൾ. ഇനി അടുത്ത് എന്താ ചെയ്യുക? അടുത്ത 0ന് താഴോട്ട് ഇറക്കണം. ഈ ഡിവിഷൻ ചെയ്യുന്ന ശ്രദ്ധിച്ചിരുന്ന് കാണണേ എല്ലാവരും. ഓക്കെ, അപ്പൊ ഇവിടെ 160 ആയി. ഇനിയിപ്പൊ എന്താ ചെയ്യുക? നമുക്ക് എന്താ ചെയ്യുക? നമ്മള് ഇപ്പം ഇനി അടുത്ത് എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടെ 160 അല്ലേ വന്നത്. അപ്പൊ 21 ഇന്ത്യ ടേബിൾസിൽ 160 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 7 കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. 7 1s are 7, 7 2s are 14, 147. then നമുക്ക് 8 കൊണ്ട് ചെയ്ത് നോക്കാം. 8 1s are 8, 8 2s are 60. അപ്പം 160ക്കാട്ടും കൂടുതലാണ്. സോ നമുക്ക് 7 ചൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ 7 ഇട്ട് കൊടുത്തു. ഇവിടെ എത്ര ഇട്ട് കൊടുത്തു? 147. അപ്പൊ മൈനസ് ചെയ്യുമ്പോ എത്രയാ നമുക്ക് കിട്ടുക? ഇവിടെ നമുക്ക് 3 കിട്ടും, ഇവിടെ നമുക്ക് 1 കിട്ടും അല്ലേ? 5 then 1 s. ഓക്കെ, അപ്പൊ നമുക്ക് 13 എന്ന് കിട്ടി. ഇനിയിപ്പോ താഴോട്ട് ഇറക്കാൻ നമുക്ക് നമ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ സീറോസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോയിന്റ് ഇട്ടിട്ട് നമുക്ക് അവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പൊ എത്രയാ കിട്ടിയത്? 113 ആയി. ഇനി വീണ്ടും നമ്മൾ നോക്കണം, 21 ടേബിൾസിൽ 130 ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് 6 ഇട്ട് നോക്കാം. എത്ര കിട്ടിയ? 126 കിട്ടി അല്ലേ? സോ നമുക്ക് 6 എടുക്കാം ഇവിടെ. അപ്പൊ ഇവിടെ 126 എന്ന് കിട്ടി. അപ്പൊ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 4 എന്ന് കിട്ടും അല്ലേ ആൻസർ? ഇപ്പൊ ഇവിടെ 4 എന്നാ വന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീണ്ടും ഒരു 0 ഇട്ട് കൊടുത്ത് ട്രൈ ചെയ്യാം. ഇനിയും പോയിന്റ് ഒന്നും ഇടണ്ട കേട്ടോ മേളിൽ. ഓൾറെഡി നമ്മളൊരു പോയിന്റ് ഇട്ടിട്ടുണ്ട്, ഇനി പോയിന്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ 40 എന്ന് വന്നു അല്ലേ? അപ്പൊ ഇനി നമുക്ക് എങ്ങനെ നോക്കാം? 21 into ടേബിൾസിൽ 40, 21 into 2, 2 1s are 2, 2 2s are 4. അയ്യോടാ, വലിയ നമ്പറാ. അപ്പൊ നമുക്ക് 1 കൊണ്ടേ ചെയ്യാൻ പറ്റും. ഞാനിവിടെ 1 ഇട്ട് കൊടുത്തു. ഇപ്പൊ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ ബാലൻസ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതി കാണിക്കാവേ. നമുക്ക് ഇവിടെ 40 ആണ് കിട്ടിയിരിക്കുന്നത്. ആ 40നെയാണ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ 40ൽ നിന്നും നമ്മുടെ 21 1s are 21 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്കാം. എത്രയാ കിട്ടുന്നത്? 19. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഒരു 0യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ 21 ടേബിൾസിൽ എവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് 190 വരുന്നത്? 190 എന്ന് പറയുന്ന നമ്പറിൽ അല്ലേ? അപ്പൊ അതിന് മുമ്പേ ഉള്ള നമ്പർ ഉണ്ട് 189. ദാറ്റ് ഈസ് 21 into 9, 189. പിന്നെ എന്ത് വന്നു? ബാലൻസ് 1 എന്ന് വന്നു. അപ്പൊ എന്താ ഇപ്പൊ സംഭവിക്കാൻ പോണേ? നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്ത് പോണേ അല്ലാതെ നമുക്ക് ഇതിന് കറക്റ്റ് ഒരു ആൻസർ കിട്ടാൻ പോണില്ല. സോ ഞാൻ എന്ത് ചെയ്യാൻ പോയാ? ഇവിടെ വെച്ചിട്ട് അങ്ങ് നിർത്തിയ. ഓക്കെ, മതി, നമുക്ക് ഇത്രയും മതി. ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തിയല്ലേ? ഇനിയിപ്പോ ഇവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യാണെന്ന്. എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തേന്ന് അറിയാം? ഇനിയിപ്പോ നമുക്ക് കറക്റ്റ് ചെയ്ത് ഇവിടെ എഴുതാം. കാരണം ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ നേരത്തെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് റിമൈൻഡർ 0 ഒന്നും അല്ല വന്നത്, വീണ്ടും വീണ്ടും ചെയ്യുന്ന രീതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആൻസർ ഒന്ന് എടുത്ത് എഴുതാം. 19047.619 ഇങ്ങനെ എടുത്തെഴുതി. ഇനി ഇതൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാം. 19047
0.6. ഞാൻ എന്തിനാ കറക്റ്റ് ചെയ്ത് എഴുതുന്നതെന്ന് വെച്ചാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 നമ്പറിൽ അങ്ങ് നിർത്താം. ഓക്കെ, അതിന് എന്ത് ചെയ്താൽ മതി? ഇതേ ഇവിടെ കിടക്കുന്നത് ഈ 9 ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ നമ്പറായ 1നെ ചേഞ്ച് ചെയ്ത് നമുക്ക് 2ലോട്ടാക്കി എഴുതാനായിട്ട് പറ്റും. കാരണം 5നെക്കാട്ടിയും ഗ്രേറ്റർ നമ്പർ ആണ്. സോ നമുക്കത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? 2ലോട്ട് 1 ചേഞ്ച് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് നമ്പറായ 2ലോട്ട് ചേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എത്ര കിട്ടിയത്? ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 19,047.62 rupees എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ബഫലോ 1ന്റെ കോസ്റ്റ് പ്രൈസ് അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. ബഫലോ 1ന്റെ കോസ്റ്റ് പ്രൈസ് ആണ് ഈ കണ്ടുപിടിച്ച സംഭവം. ഓക്കെ, അപ്പൊ നമ്പർ മനസ്സിലായല്ലോ? 19047.62 rupees. അപ്പൊ ഞാൻ ഇവിടെ നമ്മൾ ഇവിടം വരെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഡെസിമൽ പോയിന്റ് വരുമ്പോൾ ഇതേപോലെ ഒരു 1, 2, 3 നമ്പേഴ്സ് കിട്ടുന്നത് വരെ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഈ ലാസ്റ്റത്തെ നമ്പർ 5നെക്കാട്ടിയൊക്കെ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റ് ചെയ്ത് അങ്ങാക്കി എഴുതിയേക്കണം. ഇപ്പൊ ഇവിടെ 2 ആയിരുന്നെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് 3 എടുത്ത് എഴുതുമായിരുന്നു. ഇപ്പൊ ഇവിടെ 1 വന്നതുകൊണ്ട് ഞാൻ അത് ചേഞ്ച് ചെയ്ത് 2 ആക്കി എഴുതി. ക്ലിയർ ആണേ? ഒരു സംശയമില്ലല്ലോ. ഇനി നമുക്ക് ബഫലോ 2ന്റെ ഇതേപോലെ തന്നെ ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. ക്ലിയർ? അങ്ങനെ നമ്മൾ ബഫലോ 2 ഇനി കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ബഫലോ 1 ചെയ്തത് അതേപോലെ തന്നെ ബഫലോ 2ന്റേത് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ SP നമുക്ക് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 20,000 rupees അല്ലേ? ഇനി നമുക്ക് ലോസ് ആയിരുന്നു അല്ലേ? ആ ബഫലോയെ വിറ്റപ്പോഴത്തേക്ക് ഒരെണ്ണത്തിന് വിറ്റത് ലാഭത്തിലും ഒരെണ്ണത്തിന് വിറ്റത് നഷ്ടത്തിലുമാണ്. ആ ലോസ് പെർസെന്റേജ് എത്രയാണെന്ന് നമുക്ക് തന്നിരിക്കുന്നത്? 10% എന്നാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്താണ്? CP കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ CP is equal to നമ്മുടെ ഫോർമുല എന്താണെന്ന് അറിയാമോ? നേരത്തെ നമ്മൾ പഠിച്ചത് SP-യും പ്രോഫിറ്റ് പെർസെന്റേജും തരുമ്പോഴുള്ള ഫോർമുലയാണ് നേരത്തെ പഠിച്ചത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് SP-യും ലോസിന്റെ പെർസെന്റേജും തരുമ്പോഴുള്ള ഫോർമുലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതെന്താണ്? SP into 100/100 minus loss percentage. കണ്ടോ, ഈ ഫോർമുല ഒന്ന് നല്ല രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ എന്താണ് നമ്മുടെ ഫോർമുല? SP-യും ലോസ് പെർസെന്റേജും തരുമ്പോഴുള്ളത് CP is equal to SP into 100/100 minus loss percentage. ഓക്കെ, അപ്പൊ ഇതും എടുത്ത് ഒരു പേപ്പറിനകത്ത് എഴുതി വെക്കാൻ മറന്നു പോകരുത്. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കാം. CP is equal to SP എത്രയാണ്? 20,000 into 100/100. ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് വന്നേ? നഷ്ടം ആയതുകൊണ്ടാണ്. നമ്മൾ അവിടെ പ്രോഫിറ്റ് പെർസെന്റേജിന്റെ അവിടെ പ്ലസ് ആയി യൂസ് ചെയ്തത്. കാരണം അവിടെ നമുക്ക് കൂടുതൽ കിട്ടിയാ ചെയ്തേ. ഇവിടെ കുറവായതുകൊണ്ട് നമ്മൾ ഇവിടെ മൈനസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലോസ് പെർസെന്റേജ് എത്രയായിരുന്നു? 10. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം 20,000 into 100/100 minus 10 എത്രയാണ്? 90. അങ്ങനെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തി. ഇനി നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. ഈ 0യും ഈ 0യും കൂടി ക്യാൻസൽ ആയി പോകും. ഇനിയിപ്പോ ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഇൻറ്റു ചെയ്ത് എഴുതാം. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? ആദ്യം നമ്മൾ എന്താ ഇൻറ്റു ചെയ്യാനുള്ള എളുപ്പ വഴി? നമ്പേഴ്സ് തമ്മിൽ ചെയ്യണം. അതാ ഈ 2 into 1 എത്ര കിട്ടി? നമുക്ക് 2 കിട്ടി. ഇനി എത്ര സീറോസ് ഉണ്ട്? 1, 2, 3, 4, 5 zeros. ഓൾറെഡി ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എത്ര സീറോസ് ഉള്ളത്? 1, 2, 3, 4, 5. 1, 2, 3, 4, 5 divided by 9. ഇനി നമുക്ക് ചെയ്യാം. അടുത്ത് ചെയ്യേണ്ടുള്ളത് നമുക്ക് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പം 1, 2, 3, 4, 5. 1, 2, 3, 4, 5 divided by 9. ഇനി ഇത് ഡിവിഷൻ ചെയ്തത് ശ്രദ്ധിച്ച് കണ്ടോണം. ഓക്കെ, 2, 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടോണേ. ഓക്കെ, അപ്പൊ നമ്മൾ 20 ആയിട്ട് എടുത്തു. 9 2s are 18. 10 2 ബാലൻസ്. വീണ്ടും ഒരു 0 ഇവിടെ കൊടുത്തു. വീണ്ടും 9 2s are 18. 2 ബാലൻസ്. അടുത്ത 0 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ 9 2s are 18.
വീണ്ടും മൈനസ് ചെയ്തപ്പോ 2, നെക്സ്റ്റ് 0 ഇങ്ങോട്ട് എടുത്ത് എഴുതി, അപ്പൊ 20 ആയി. വീണ്ടും 9 2s are 18. സോ വീണ്ടും നമുക്ക് 2 എന്ന് തന്നെ കിട്ടി. വീണ്ടും നെക്സ്റ്റ് 0 ഇവിടെ കൊണ്ടുവന്ന് എഴുതി. ദെൻ വീണ്ടും 9 2s are 18. പിന്നെയും നമുക്ക് 2 തന്നെ അല്ലേ കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കൂടെ നമുക്ക് ഇനി ഒരു 0 ഇട്ട് കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു പോയിന്റ് ഇട്ടു. വീണ്ടും 0, ദെൻ വീണ്ടും 2, വീണ്ടും 18, വീണ്ടും 2, വീണ്ടും 2. ഓക്കെ, പിന്നെ വീണ്ടും നമുക്ക് ഇതിന്റെ 20 ആണ് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും 18, പിന്നെയും 2. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഒരു 0 ഇട്ട് കൊടുത്തു. വീണ്ടും 9 2s are 18, പിന്നെയും 2. അയ്യടാ, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടം വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. മതി, ഇത്രയും മതി. എപ്പോഴും നമ്മളിങ്ങനെ ഡെസിമൽ പോയിന്റ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, അടുത്ത ഒരു 2 നമ്പർ കിട്ടുന്നത് വരെയെങ്കിലും നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലേ നമുക്കിത് കറക്റ്റ് ചെയ്തൊക്കെ എഴുതാൻ പറ്റും. ഇപ്പൊ നമുക്കിതാ ഇവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ 3 നമ്പേഴ്സിനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യുന്ന രീതിയൊക്കെ മനസ്സിലായല്ലോ. ഇവിടെ ഇങ്ങോട്ടുണ്ടേ, ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചല്ലോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമുക്കിവിടെ ആൻസർ എടുത്ത് എഴുതാം. 2 2 എത്ര 2 ഉണ്ട്? 1 2 3 4 5. 1 2 3 4 5.222. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നമ്മുടെ എന്താ കണ്ടുപിടിച്ചത്? ബഫല്ലോ 2ന്റെ കോസ്റ്റ് പ്രൈസ് ആണ് ഇപ്പൊ കണ്ടുപിടിച്ചത്. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയി. ഇപ്പൊ രണ്ടുപേരുടെയും കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി. ഇനിയിപ്പോ ഇതിനെ വിറ്റത് ലാഭമാണോ നഷ്ടമാണോ എനിക്ക് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കേണ്ടുള്ളത്? എങ്ങനെയാണെന്നറിയാം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ SP എത്രയാണെന്ന് നോക്കാം. ഇതിന്റെ വിറ്റ വില എത്രയാണെന്ന് നോക്കാം. അതായത് ഈ 2 ബഫലോസും കൂടി വിറ്റപ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടി എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എഴുതാം. ടോട്ടൽ SP ഇസ് ഈക്വൽ ടു, ആദ്യത്തേത് വിറ്റത് 20,000, അടുത്ത ബഫലോ വിറ്റത് 20,000 വിറ്റതല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? 40,000 റുപ്പീസ് ആണ് 2 ബഫലോസും കൂടി അദ്ദേഹം സെൽ ചെയ്തപ്പോ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം അല്ലേ. രണ്ടിനും കൂടി നമ്മൾ വാങ്ങിച്ച വില എത്രയാന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ ബഫലോ 1 ബഫലോ 2 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ രണ്ടിന്റെയും കോസ്റ്റ് പ്രൈസ് നമുക്ക് കണ്ടുപിടിച്ചത്. പക്ഷെ മൊത്തത്തിൽ ഈ 2 ബഫലോസ് കൂടി വാങ്ങിയപ്പം ടോട്ടലി എത്രയായെന്ന് നമുക്ക് അറിയാൻ വയ്യ. നമുക്ക് അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ വിറ്റപ്പോ ഉണ്ടായതെന്ന് പിടികിട്ടത്തോളൂ. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്? ടോട്ടൽ CP. അപ്പൊ ഫസ്റ്റ് ബഫലോയ്ക്ക് എത്ര റുപ്പീസ് ആയിരുന്നു? ഫസ്റ്റ് ബഫലോയെ വിറ്റപ്പോഴുള്ള കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? ഇതായിരുന്നു അല്ലേ നമ്മുടെ എമൗണ്ട്. ഇനി രണ്ടാമത് നമ്മൾ ബഫലോയെ വിറ്റപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്രയായത്? പ്ലസ്, ഇനി നമുക്ക് ഇതങ്ങ് മായ്ച്ചു കളയാവേ. എത്രയായത്? 2 1 2 3 4 5.222 അല്ലെ. നമുക്ക് ഇതാണ് കിട്ടിയത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു 2 വരെ മതി. ഇത്രയും മതി. 2 ഡെസിമൽ പോയിന്റ് കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. ഇത്രയും മതിയേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ, കാരണം ഇവിടെ ഈ 2 ഡെസിമൽ പോയിന്റ് കറക്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ മതി കേട്ടോ. ഓക്കെ, 2 2. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കാം എത്രയാണ് ടോട്ടൽ CP നമുക്ക് കിട്ടിയത്. ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ഒരു 2 മായ്ച്ചു കളഞ്ഞപ്പോൾ കൺഫ്യൂഷൻ വരരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 2 ഡെസിമൽ പോയിന്റ് കറക്റ്റ് ചെയ്ത് ആദ്യത്തെ ബഫലോയെ വിറ്റപ്പോൾ നമ്മൾ എഴുതി വെച്ചായിരുന്നു. അപ്പൊ രണ്ടാമതും നമുക്ക് ഇവിടെ വരെ മതി. പിന്നെയും നമ്മൾ 2 2 2 2 എന്ന് പറഞ്ഞ് എഴുതി പോകണ്ട കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ ആഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം. ഡെസിമൽ പോയിന്റ് വരുന്നതാണ് 19047.62. അടുത്തത് 1 2 3 4 5. ഓക്കെ, 0.22. നോക്കിക്കേ, ഇവിടെ 2 2s are 2 plus 2 4, 6 plus 2 8. ദേ ഇവിടെ ഇടയ്ക്ക് പോയിന്റ് ഉണ്ട്, അത് അതേപടി ഇട്ട് 7 plus 2 9, 4 plus 2 6, 2 11, 1 2 3 4. കണ്ടോ? അപ്പൊ ഇതാണ് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത്. എത്രയാണ്? സോറി, വാങ്ങിച്ച വില എന്ന് പറയുന്നത് 41,269.84 റുപ്പീസ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇനി അടുത്ത് എന്താ നമ്മുടെ പരിപാടി? ഇങ്ങനെയാണ് നമ്മളെടുത്ത് എഴുതിയിരിക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് CPയും കിട്ടി, SP യും കിട്ടി. ഇനി അദ്ദേഹത്തിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്?
നോക്കിക്കേ, വാങ്ങിച്ച വില എന്ന് പറയുന്നത് 41,269.84 റുപ്പീസിനാ വാങ്ങിച്ചത്. പക്ഷെ വിറ്റത് എത്ര രൂപയ്ക്കാ? 40,000 റുപ്പീസിന്. ദാറ്റ് മീൻസ് അദ്ദേഹത്തിന് എന്താ ഉണ്ടായത്? ലോസ് അല്ലേ? ഇവിടെ നോക്കിക്കേ, CP അല്ലേ വലിയ നമ്പർ? 41,269.84 ആണോ വലുത്, അതോ ഇതാണോ വലുത്? 40,000 ആണോ? തീർച്ചയായിട്ടും ഇതാണല്ലേ വലുത്. സോ നമുക്ക് പറയാം, അദ്ദേഹത്തിന് വാങ്ങിച്ച വിലയെക്കാട്ടിയും നഷ്ടത്തിലാണ് അദ്ദേഹം ബഫലോസിനെ വിറ്റത്. സോ ഉണ്ടായത് എന്താണ്? ലോസ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? ലോസ് ആണെങ്കിൽ ലോസ് കണ്ടുപിടിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? CP മൈനസ് SP. ഇവിടെ CP എത്രയാ കിട്ടിയത്? 41,269.84 മൈനസ് SP എത്രയായിരുന്നു? 40,000. ഓക്കെ, അപ്പൊ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുന്നേ? അതിന് മൈനസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. 41,269.84 മൈനസ് 40,000 എത്ര കിട്ടും നമുക്ക്? ഈസി ആണ് അല്ലേ? ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതാം. 1269.84 റുപ്പീസ്. ഇതാണ് അദ്ദേഹത്തിനുണ്ടായ ലോസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ ആണ് കിട്ടുന്നത്. ക്ലിയർ? അപ്പൊ ഇത്രയേ ഉള്ളായിരുന്നു സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈസിയാണ്, ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ഇച്ചിരി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിവിഷൻ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ്. എപ്പോഴും ഡിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഈ 2 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ ഒരു 2 നമ്പർ കിട്ടത്തക്ക രീതിയിലൊന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് എഴുതാനായിട്ട് പറ്റണത്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലേ? അപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക്